I've been thinking about myself today, thinking how I changed. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മളിപ്പോൾ ഉള്ളത് എലിഫൻറ്റ് ക്യാമ്പിലാണ്. ആൻഡ് ഞങ്ങൾ ആക്ച്വലി ഗോൾഡൻ ടെമ്പിളിലേക്ക് പോകാൻ വേണ്ടി പോകുന്ന വഴിക്ക് കണ്ട എലിഫൻറ്റ് ക്യാമ്പിലാണ് ഞങ്ങൾ കയറിയത്. സോ ഇറ്റ്സ് പ്രിറ്റി ക്യൂട്ട്, ഓൾ ദി എലിഫൻറ്റ്സ് ആൻഡ് ഓൾ. കുറേ ഉണ്ട്, നല്ല ഭംഗിയുണ്ട് കാണാൻ. സ്പോട്ടിൻ്റെ പേര് പറയാൻ മറന്നു. ദിസ് ഈസ് മദിഗോഡ് എലിഫൻറ്റ് ക്യാമ്പ് ഇൻ അരക്കേരി ഫോറസ്റ്റ്. അവിടുന്ന് നമ്മൾ നേരെ വിട്ടത് ദ ഇൻഫേമസ് ഗോൾഡൻ ടെമ്പിളിലേക്കാണ്. ആൻഡ് ദ റൂട്ട് ഇസ് സോ ഗുഡ്. എന്താ പറയുക, ഭയങ്കര പച്ചപ്പും ഭയങ്കര ലഷ് ഫോറസ്റ്റ് ഗ്രീൻസ് ആയിരുന്നു. നമ്മൾ പോകുന്ന എല്ലാ വഴിക്കും അങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. ആൻഡ് ദെൻ വി ഫൈനലി റീച്ച്ഡ് ദി നംഡ്രോളിംഗ് മൊനാസ്ട്രി ഓർ the Golden Temple. The Golden Temple ഇതെന്ന് പറയുന്നത് ഒരു ടിബറ്റൻ ബുദ്ധിസ്റ്റ് മൊണാസ്ട്രിയാണ് 1983 എസ്റ്റാബ്ലിഷ് ചെയ്തത്. ഇതാണ് ഈ ഒരു അമ്പലത്തിൻ്റെ ഹൈലൈറ്റ് പോയിൻ്റായ 3 ബുദ്ധ സ്റ്റാച്യൂസ്. ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറാണ് മൊത്തത്തിൽ ഇവിടെ നിന്ന് നമുക്ക് കിട്ടുക. എത്ര അവിടെ ഇരുന്നാലും നമുക്ക് മതി വരണ്ടായിരുന്നില്ല. ബട്ട് ഇൻ ദി എൻഡ് വി വെൻറ്റ് ഫോർ സം ഷോപ്പിംഗ്. അപ്പോൾ അവിടെ തന്നെ അടുത്തുള്ള കുറേ സ്റ്റോർസ് ഉണ്ടായിരുന്നു. ആൻഡ് വി വോണ്ടഡ് ടു ബൈ എ ഫ്രിഡ്ജ് മാഗ്നറ്റ് ബിക്കോസ് ഞങ്ങൾ അധികം ട്രിപ്പൊന്നും പോകാറില്ല. അപ്പോൾ വി വോണ്ടഡ് സം സുവീനിയർ ടു റിമൈൻഡേഴ്സ് ഓഫ് ദിസ് ട്രിപ്പ് ദാറ്റ് വി വെൻറ്റ്. അങ്ങനെ ഞങ്ങൾ സുവീനിയർ തപ്പി നടക്കുമ്പോഴാണ് ഈ ഒരു ബ്രേസ്ലെറ്റ് എനിക്ക് കിട്ടിയത്. ഇറ്റ് വാസ് സോ പ്രിറ്റി. ഞാൻ അപ്പം തന്നെ വാങ്ങിച്ചു, ജസ്റ്റ് നോ സെക്കൻഡ് തോട്ട്സ്. ആൻഡ് സോ മെനി ഡ്രസ്സസ്, സോ മെനി ബാഗ്സ്. അവിടെ ഇല്ലാത്ത സാധനങ്ങൾ ഉണ്ടായിരുന്നില്ല. സോ ഈ സ്പോട്ട് വരുന്നത് ബൈലക്കുപ്പെ നിയർ മടിക്കേരി ഇൻ കൂർഗ്. Our next destination of this road trip is the Nisargadama Island. നിസർഗധാമ ഐലൻഡ് എന്ന് പറയുന്നത് ഒരു എക്കോ ടൂറിസ്റ്റ് സ്ഥലമാണ്. ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് ഇൻ ദ കൊടക് ഡിസ്ട്രിക്ട് ഇൻ കർണാടക. ഉച്ച സമയത്ത് കുറച്ച് ചൂടായതുകൊണ്ട് ഞങ്ങൾ അവിടെ എത്തിയപ്പാട് തന്നെ ഒരു കരിക്ക് കുടിച്ചു. ആൻഡ് ദെൻ മൈ സിസ്റ്റർ വാണ്ടഡ് ടു ട്രൈ ദ സിപ്പ് ലൈൻ ദെയർ. ആസ് യു ക്യാൻ സീ ഫ്രം ഹർ ഫേസ്, ഷീ റിയലി ലവ്ഡ് ദാറ്റ് എക്സ്പീരിയൻസ്. ആൻഡ് ദെൻ വി entered the park via a floating bridge. The whole park is filled with lush bamboo groves and sandalwood trees. ഈ പാർക്കിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ സ്കൾപ്ചേഴ്സ് ആണ്. ഇറ്റ് ഷോസ് ദി ഓൾഡ് ഡാൻസ് ഫോംസ് ഓഫ് കൂർഗ് ആൻഡ് ദ ലൈഫ് സ്റ്റൈൽ ഓഫ് കൂർഗ് ട്രൈബൽസ്. ഇത് കഴിഞ്ഞ് ഞങ്ങൾ പോയത് നീൽ ഡെലിക്കസിയിലേക്കാണ്. ആ ഒരു സമയമായപ്പോഴത്തേക്കും വിശന്ന് കരിഞ്ഞു ഞങ്ങളെല്ലാവരും. ഫുഡൊക്കെ കഴിച്ചതിൻ്റെ ഞങ്ങൾ പോയത് ഞങ്ങളുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിലേക്കാണ്. ദാറ്റ് ഈസ് ദ രാജാസ് സീറ്റ്. സ്ഥലം വരുന്നത് മടിക്കേരിയാണ്. ഞങ്ങൾ അങ്ങോട്ടേക്ക് പോകുമ്പോഴത്തേക്ക് ഒരു 5 o'clock ആയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ സൺസെറ്റ് കാണാൻ വിചാരിച്ച് പോയി. പക്ഷെ ആ നേരത്തേക്ക് ആയപ്പോഴത്തേക്കും കോടമഞ്ഞ് ഇറങ്ങി അവിടെ ഫുള്ള് മൂടി കെട്ടിയ ക്ലൈമറ്റ് ആയിരുന്നു. ഇറ്റ് വാസ് ഗെറ്റിംഗ് പ്രിറ്റി കോൾഡ്. ഐ ആം നോട്ട് എൻ അഡ്വെഞ്ചർ പേഴ്സൺ. പക്ഷേ ഇവിടെ സിപ്പ് ലൈൻ കണ്ടപ്പോൾ എനിക്കെന്തോ സിപ്പ് ലൈനിൽ കയറണം എന്നൊരാഗ്രഹം. അങ്ങനെ ടിക്കറ്റ് എടുത്തു. I'm going for zip line. I'm very nervous. God, I'm very nervous. One of the best views of Coorg. ആ സിപ്പ് ലൈനെ കൂട്ടി കിട്ടി. എനിക്ക് ഭയങ്കര പേടി അങ്ങനത്തെ സാധനം. പക്ഷേ ദിസ് വാസ് ദ ബെസ്റ്റ് ഡിസിഷൻ ഐ എവർ മെയ്ഡ് ത്രൂ ഔട്ട് ദി എൻറ്റയർ ട്രിപ്പ്. ഞാൻ വെച്ചൊരു സിംഹാസനം ഉണ്ടാവുള്ളൂ. ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്ക് വ്ളോഗ് കാണുന്നവർക്ക്. ഏതാ ഇത് ബാക്കിയുള്ള സാധനം? ഇതാണ് രാജാ സീറ്റ്. ഞാൻ വിചാരിച്ചു വലിയ സിംഹാസനം പോലത്തെ എല്ലാം വലിയ കസേരയിലുണ്ടാവുന്നു. അതെല്ലാം ഇങ്ങനെ കാണാം, ഇങ്ങനെ തിളങ്ങുന്ന കസേരയൊക്കെ ഉണ്ടാവും. പക്ഷേ ഒന്നും ഉണ്ടായില്ല. സ്വർണ്ണ കസേര. നേരെ മറിച്ച് നേരെ മുന്നിലേക്ക് നോക്കിയാൽ
ട്രാൻസിഷൻ ആക്കാൻ ചിക്കുന്നാക്കാം ഇങ്ങനെയൊക്കെ അപ്പുറത്തേക്ക് കൂർഗിൽ വന്നിട്ട് രാജ സീറ്റ് മൈറ്റ് ബി വൺ ഓഫ് മൈ മോസ്റ്റ് ഫേവറേറ്റ് പ്ലേസ്. സൺസെറ്റ് കാണാൻ പറ്റാത്തതിൻ്റെ വിഷമം എന്തായാലും ഈ കോടമഞ്ഞ് ഇറങ്ങിയത് കണ്ടപ്പോഴത്തേക്കും അങ്ങ് മാറി. ഇറ്റ് വാസ് വെരി ബ്യൂട്ടിഫുൾ. ഞങ്ങളിങ്ങനെ പുറത്തേക്ക് ഇറങ്ങുമ്പം അവിടെ അടുത്ത് തന്നെ ഉണ്ടായിരുന്ന ഒരു അമ്പലമാണ്. ഐ ലൈക്ക് ദി ആർക്കിടെക്ചർ, ഇറ്റ് ലുക്സ് ഇൻട്രസ്റ്റിംഗ്. ഞങ്ങൾ പിന്നെ പോയത് ടു അവർ നെക്സ്റ്റ് സ്പോട്ട് ഓർ ഡെസ്റ്റിനേഷൻ, ദാറ്റ് ഈസ് ഓംകാരേശ്വര ടെമ്പിൾ. എൻ്റെ ഒരു ഇതിൽ ഓംകാരേശ്വര ടെമ്പിൾ എന്ന് പറയുന്നത് കൂർഗിൻ്റെ ഒരു അണ്ടർ റേറ്റഡ് ജെമ്മാണ്. അധികം ടൂറിസ്റ്റ് ഒന്നും ഇല്ലാത്ത എന്നാൽ ഭയങ്കര കാം ആൻഡ് പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ആംബിയൻസ് ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. ഒരു എംപ്റ്റി ആയിട്ടുള്ള ഷൂ സ്റ്റാൻഡിൽ എൻ്റെ ഷൂ അഴിച്ചു വെച്ചിട്ട് ഞാൻ നേരെ അമ്പലത്തിലേക്ക് കയറാൻ വേണ്ടി നടന്നു. ദ ആംബിയൻസ് വാസ് സോ കാം ആൻഡ് പീസ്ഫുൾ. ആ ഒരു തറയിലെ തണുപ്പും വിഭൂതിൻ്റെ ആ ഒരു സ്മെല്ലും പിന്നെ പൂജാരിമാരുടെ ആ ഒരു ചാൻറ്റിങ്ങും ഇതൊക്കെ എല്ലാ അമ്പലത്തിലുണ്ടെങ്കിലും ആ ഒരു അമ്പലത്തിൽ ഇതെന്തോ കുറച്ചും കൂടി സ്പെഷ്യലായിട്ട് തോന്നി. അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കും ഈ ഒരു അമ്പലം ഞങ്ങളുടെ ഏറ്റവും ഫേവറേറ്റ് ഡെസ്റ്റിനേഷൻ ആൻഡ് കൂർഗാക്കി മാറ്റിയത്. അമ്പലമൊക്കെ അങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോഴാണ് കൂർഗിൽ നിന്നൊരു കോഫി കുടിക്കണമെന്ന് വിചാരിച്ചത്. കൂർഗ് കോഫി കിട്ടിയില്ല, പക്ഷേ വി സെറ്റിൽ വിത്ത് ഫിൽറ്റർ കോഫി ഓൺലി ബിക്കോസ് ദിസ് പ്ലേസ് വാസ് റിയലി വർത്ത് ഇറ്റ്. ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് ഭയങ്കര ഭംഗിയുള്ള ഒരു സ്ഥലമായിരുന്നു. കടയുടെ പേര് കൂർഗ് ഫ്ലേവേഴ്സ് എന്നായിരുന്നു. ഈ സ്റ്റോറിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ വിൽക്കുന്ന എല്ലാ സാധനങ്ങളും ഹാൻഡ് മെയ്ഡ് ആയിരുന്നു. ലെറ്റ് ഇറ്റ് ബി ദ പോട്ടറി, ദ ഡെക്കറേഷൻസ്, ദ ജ്വല്ലറി, ഈ കാണുന്ന എല്ലാതും ഹാൻഡ് മെയ്ഡാണ്. ആൻഡ് ദാറ്റ് ടു ബൈ വിമൻ. ഡെക്കോർസും കമ്മലും മാത്രമല്ലാണ്ട് ദേ ഓൾസോ സോൾഡ് എ വൈഡ് വെറൈറ്റി ഓഫ് പ്ലാന്റ്സ്. എനിക്ക് ആ കാക്ടസ് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു വീട്ടിൽ കൊണ്ടുപോകണമെന്ന്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി അമ്മ പറഞ്ഞു പറ്റില്ല, അതുകൊണ്ട് എനിക്ക് വാങ്ങാൻ പറ്റിയില്ല. അത് ഞാൻ അങ്ങനെ അവിടെ വെച്ചിട്ട് തിരിച്ചു വന്നു. ഈ ഒരു സമയമായപ്പോഴത്തേക്കും തണുപ്പങ്ങ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചെറിയൊരു തണുപ്പിൻ്റെ കൂടെ ഒരു ചൂട് ഫിൽറ്റർ കോഫി. വാവ്, ഇറ്റ് വാസ് ഹെവൻലി. ഞങ്ങളവിടെ ഏകദേശം ഒരു 3/4 മണിക്കൂർ ഞങ്ങളവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബിക്കോസ് ദിസ് വാസ് ദ ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ ദാറ്റ് വി വെൻറ്റ് ഇൻ കൂർഗ്. ഈ ഒരു ചെറിയ കോഫി ഷോപ്പ്, അവിടുത്തെ ആംബിയൻസ്, ഞങ്ങൾക്കിതൊക്കെ ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ നല്ലൊരു കോഫി കുടിച്ച് കൂർഗിലെ യാത്ര ഞങ്ങൾ അവസാനിപ്പിച്ചു. ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ പോയത് ഞങ്ങളുടെ ഹോട്ടലിലേക്കാണ്. ഞങ്ങൾ സ്റ്റേ ചെയ്തത് മടിക്കേരിയിലുള്ള ഗോ സ്റ്റോപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്താണ്. Where is this? This is Costa in നിർത്തണം. I am in a very wobbly Unyala which is very good. Nice. Aesthetically pleasing. I look homeless but ഹായ്. അപ്പോൾ വ്ളോഗ് എല്ലാവരും കണ്ടുവന്ന് ഇത്ര നേരം നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ യു ഗൈസ് ആർ ഓസം. എൻ്റെ യൂഷ്വൽ വ്ളോഗ് ടൈപ്പിലല്ല ഞാൻ ഈ വ്ളോഗ് എടുത്തിരിക്കുന്നത്. ബിക്കോസ് എന്താ പറയുക, ഒന്നാമത് ഫുൾ ഞാൻ വോയിസ് ഓവർ ഇട്ടിട്ടാണ് ഈ വ്ളോഗ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഫുൾ ഹരിബറിയാണ്. എവിടെ പോകണം, എന്ത് ചെയ്യണം ഒന്നും അറിയാൻ പാടില്ല. ഇത് ഒരു ടൂർ പാക്കേജിന് ഞങ്ങൾ ഏൽപ്പിച്ചതല്ല. ഞാനും വാവയും കൂർഗ് ആൻഡ് മൈസൂർ ഞങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുക, ഞങ്ങളുടെ ഒരു ഇത് വെച്ചിട്ട് എന്താണ് ഞങ്ങൾക്ക് ഇവിടെ ഇഷ്ടമായിട്ടുള്ളത് അച്ഛനും അമ്മയ്ക്കും കാണിച്ചു കൊടുക്കണം വിചാരിച്ചിട്ട് ഞങ്ങൾ തന്നെയാണ് ഫുൾ പ്ലാൻ ചെയ്യുന്നത്. ഹോട്ടൽ ബുക്കിംഗ് ആയാലും എവിടെയൊക്കെ പോകണം എന്നുള്ളതായാലും ഷോർട്ട് ലിസ്റ്റ് ചെയ്യലും കാര്യങ്ങളൊക്കെ ഞങ്ങളാണ് ചെയ്തത്. അപ്പോൾ ഇത് അമ്മയ്ക്കൊരു സ്വഭാവമുണ്ട്. എവിടെയെങ്കിലും വന്നു കഴിഞ്ഞാൽ അമ്മ
അവിടുത്തെ ഫുൾ സ്ഥലം കാണണം. നമ്മളിപ്പോൾ ചില്ല് ചെയ്യണം വിചാരിച്ച് വന്നാലും അമ്മയ്ക്ക് അവിടുത്തെ ഫുൾ സ്ഥലങ്ങൾ കാണണം. അപ്പോൾ ഞങ്ങൾക്ക് മെയിനായിട്ട് ചിന്തിച്ചത് മാക്സിമം സ്ഥലങ്ങൾ കാണിച്ചു കൊടുക്കണം എന്നായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു ഐറ്റിനറി പ്ലാൻ ചെയ്തത്. ഞങ്ങൾ ഫസ്റ്റ് തന്നെ ആസ് യു ഓൾസോ ഞങ്ങൾ ഗോൾഡൻ ടെമ്പിൾ പോയി, പിന്നെ നിസർഗധാമ പോയി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഡയറക്റ്റ് ഹോട്ടലിലേക്ക് ചെക്ക് ഇൻ ആണ് ചെയ്തത്. എനിക്ക് തോന്നുന്നു ഗോൾഡൻ ടെമ്പിളിൽ പോകുന്നതിന് മുന്നേ എലിഫൻറ്റ് ക്യാമ്പിൽ പോയിട്ടാണ് വന്നത്. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്തിട്ട് ഞങ്ങൾ രാജാ സീറ്റിലും ഓംകാരേശ്വരി ടെമ്പിളിലുമാണ് നമ്മൾ പോയത്. അപ്പോൾ ഇത്രയും സ്ഥലങ്ങളിൽ ഇതിനെപ്പറ്റി ഒരു കുന്തും അറിയാത്ത ഞങ്ങൾ ഞാൻ എടുത്ത ഒരു ഇമ്മച്യൂർ വ്ളോഗ്, ഒരു ട്രാവൽ വ്ളോഗാണിത്. പിന്നെ ഇത്രയും സ്ഥലത്ത് പോകുന്ന നേരത്ത് എന്താ പറയുക, വോയിസ് റെക്കോർഡിങ് ചെയ്യാൻ എനിക്ക് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല, വോയിസ് എടുത്ത് വീഡിയോ എടുക്കാൻ. കാരണം നമ്മൾ ഗോൾഡൻ ടെമ്പിളിലൊക്കെ പോകുമ്പോൾ അവിടുത്തെ ആൾക്കാർ അത്രയും ഭയങ്കര പീസ്ഫുൾ സ്ഥലമാണ് അതൊക്കെ. അപ്പോൾ അവിടെ പോയിട്ട് ഞാൻ ഹലോ ഗൈസ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നത് എനിക്ക് വലിയ ഔചിത്യമുള്ള കാര്യമായിട്ട് തോന്നിയില്ല. അതുകൊണ്ടാണ് ഞാൻ പിന്നെ വീഡിയോസ് മാത്രം എടുത്തിട്ട് ഓഡിയോ വോയിസ് ഓവർ ആയിട്ട് ഇടാമെന്ന് വിചാരിച്ചത്. പിന്നെ ബാക്കിയുള്ള സ്ഥലങ്ങളിൽ പോയാലും ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കണം എന്നുണ്ടാവില്ല. കാരണം അത്രയും ക്രൗഡായിരിക്കും ചില സ്ഥലങ്ങളിൽ, അത്രയും ബസ്ലിംഗ് ക്രൗഡാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഭയങ്കര വോയിസും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ കുറച്ച് പാടായിരിക്കും എന്ന് വിചാരിച്ചത് കൊണ്ടും കൂടിയാണ് ഞാൻ വോയിസ് ഓവർ ചെയ്തത്. മൊത്തം ഡേയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ലാസ്റ്റ് പോയ ഓംകാരേശ്വര ടെമ്പിളിലാണ്. ഇറ്റ്സ് ലൈക്ക് ഭയങ്കര പീസ്ഫുള്ളായിരുന്നു അവിടെ. അത് അമ്മയ്ക്കായാലും അമ്മ അവിടെ കയറിയപ്പോൾ തൊട്ട് പറയുന്നുണ്ട് എന്തൊരു പീസ്ഫുള്ളാണ്. അത്ര ഒരു ക്രൗഡോ അല്ലെങ്കിൽ ഭയങ്കര തിക്കും തിരക്കോ അങ്ങനെ ഒന്നുമില്ല അവിടെ. ഭയങ്കര കാമായിരുന്നു, ഭയങ്കര പീസ്ഫുള്ളായിരുന്നു. അപ്പോൾ ഞാനാണെങ്കിൽ അവിടുത്തെ അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറുന്നതിന് മുന്നേ വീഡിയോ എടുക്കാൻ പാടില്ല എന്നുള്ളത് അവിടെ എഴുതി വെച്ചതുകൊണ്ട് അമ്പലത്തിൽ കയറുന്നതിന് മുന്നേ, അത് എനിക്ക് തോന്നുന്നു ഏകദേശം എല്ലാ അമ്പലത്തിലും അങ്ങനെ തന്നെയല്ലേ വീഡിയോ എടുക്കാൻ പാടില്ല എന്നുള്ളത്. അപ്പോൾ ഞാൻ എടുത്തില്ല. പക്ഷേ ഐ തിങ്ക് ഇറ്റ്സ് വൺ ഓഫ് ദ മോസ്റ്റ് മിസ്ഡ് സ്പോട്ട്സ് ഇൻ കൂർഗ്. ഐ തിങ്ക് ഓംകാരേശ്വര ടെമ്പിൾ. അപ്പോൾ കൂർഗിലേക്ക് ആരെങ്കിലുമൊക്കെ വരുന്നുണ്ടെങ്കിൽ ആ ടെമ്പിൾ എന്തായാലും പോകണം ഒരു വൈകുന്നേരം ആകുമ്പോൾ. ഭയങ്കര എംപ്റ്റിയാണ്, പക്ഷെ ഭയങ്കര ഒരു തണുപ്പും ആ മറ്റേ വിഭൂതിൻ്റെ ആ ഒരു സ്മെല്ലും ഭയങ്കര ആംബിയൻസ് ആയിരുന്നു. കുറച്ച് നേരം അവിടെ നിന്ന് ഒരു ഫിൽറ്റർ കോഫിയൊക്കെ കുടിച്ചിട്ടാണ് പിന്നെ ഞങ്ങൾ വലിയ മീനിൻ്റെ കുളവും കാര്യങ്ങളൊക്കെ. അപ്പോൾ അപ്പോൾ ഞങ്ങളിപ്പോൾ കയറി വന്നിട്ടേ ഉള്ളൂ. ഇനിയിപ്പോൾ ഞങ്ങളുടെ പരിപാടി എന്ന് പറയുന്നത് സ്വിഗ്ഗിന്ന് ഫുഡ് ഓർഡർ ചെയ്യണം. അപ്പോൾ ഇന്ന് ഫുൾ ഡേ നമ്മൾ ഫുൾ സൗത്ത് ഇന്ത്യൻ മീൽസാണ് കഴിച്ചത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ ഞങ്ങൾ പോകുന്ന വഴിക്കുള്ള ഒരു വീഡിയോയും എൻ്റെ കയ്യിലില്ല. കാരണം അങ്ങോട്ട് പോകുന്നതിൻ്റെ ഇടയിൽ ഒന്നാമത് രാവിലെ എണീറ്റ് എൻ്റെ തലവേദനയും ഉറക്കച്ചടവും. ഞങ്ങൾ 5 മണിക്കാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. ചടവും. രണ്ടാമത്തെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ വൊമിറ്റിംഗ് ടെൻഡൻസീൻ്റെ അങ്ങേ പീക്കിലായിരുന്നു. എനിക്ക് ഫോൺ നോക്കാനേ പറ്റുന്നില്ല. അപ്പോൾ അമ്മ ഇങ്ങനെ പറയണ്ടല്ലോ, ചൂതാ ഇവിടുന്ന് കാടൊക്കെ ഇങ്ങനെ പോണു, കുരങ്ങന്മാരൊക്കെ നടക്കണു. ഞാനിങ്ങനെ വായിക്കട്ടെ, എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ അങ്ങോട്ടേക്ക് പോകുന്ന വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഞാൻ അവിടെ എത്തിയിട്ടുള്ള വീഡിയോസ് മാത്രമാണ് എടുത്തിട്ടുള്ളത്. ബാബ പിന്നെ വൊമിറ്റ് ചെയ്തിട്ട് അവൾ കിടന്നുറങ്ങി. ഭയങ്കര ഇങ്ങോട്ടേക്ക് വരുന്നൊരു സാഹസമായിരുന്നു. അതുകൊണ്ട് അതിൻ്റെ വീഡിയോസ് ഒന്നുമില്ല. ബട്ട് ഇഫ് എന്താ പറയുക, ഈ വ്ളോഗ് ആർക്കെങ്കിലും യൂസ്ഫുൾ ആവുകയാണെങ്കിൽ, ഞങ്ങളിത് മൊത്തം 1 ഡേയിലാണ് ചെയ്തു തീർത്തത്. ഈ സ്ഥലങ്ങൾ മൊത്തം കാണുക. ഇതൊക്കെ ഞങ്ങൾ കണ്ണൂരിൽ നിന്ന് രാവിലെ 5:55 ഇറങ്ങി, 5:22 ഇറങ്ങി, ഇരിട്ടി വഴി നമ്മൾ കൂർഗിലെത്തിയിട്ട് ഞങ്ങൾ ഇത്രയും സ്ഥലങ്ങൾ കണ്ടു തീർത്തു വിത്തിൻ 1 ഡേ. സോ ദിസ് ഇസ് കൂർഗ് ഫോർ യു പീപ്പിൾ ആൻഡ് ഐ ഹോപ്പ് യു ലൈക്ക് ആൻഡ് എൻജോയ് ദിസ് വീഡിയോ. പിന്നെ സ്റ്റേ എന്ന് പറയുന്നത് ഗോസ്റ്റോപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹോസ്റ്റൽ കം എന്താ പറയുക ഡോർമെട്രി ഹോസ്റ്റലുണ്ട് ഇവിടെ. ഹോസ്റ്റൽ ഡോർമെട്രി ആയതുകൊണ്ട് ഒന്നാണ്. പിന്നെ പ്രീമിയം റൂംസ്, ഇതുമാതിരത്തെ റൂംസ് നമുക്ക് മാത്രമുള്ള റൂംസും ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഇതിൻ്റെ പേരെന്തായിരുന്നു, അഗോഡയിലാണ് ഞങ്ങൾ ബുക്ക് ചെയ്തത്. 2 റൂം ഞങ്ങൾ ബുക്ക് ചെയ്തു. പെർ റൂമിൽ 2 ആൾക്കാരായിട്ട്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ്, നല്ല ക്ലീനാണ്, നല്ല ഫെസിലിറ്റീസൊക്കെ ഉണ്ട്. സ്വിഗ്ഗി സൊമാറ്റോ ഒക്കെ എത്തും ഇവിടെ. പിന്നെ ഞാൻ പറയാൻ നിന്നത്, ഈ സ്ഥലത്തിൻ്റെ പേരെന്താ, മടിക്കേരിയിലാണ് ഗോസ്റ്റോപ്പ് വരുന്നത്. ദ ഹോട്ടൽ ഇസ് ഗുഡ്.
ഐ മീൻ ദ ഡോർമെട്രി സ്ലാഷ് നൈസ് എസ്തെറ്റിക്. നല്ല എസ്തെറ്റിക്. അത് തലാണൊക്കെ ഇതുപോലത്തെ മൊത്തം ബിൽഡിങ്ങും എല്ലാ ബിൽഡിങ്ങും ഈ ഒരു കളർ കോമ്പിനേഷനിലാണ് ചെയ്തിട്ടുള്ളത്. ഇറ്റ്സ് വെരി ഗുഡ്. നല്ല ക്ലീൻ ബാത്റൂംസ് ആൻഡ് ടോയ്ലറ്റ്സ് ആൻഡ് എവറിഥിങ്. സോ ദാറ്റ്സ് ഇറ്റ്. So hope you enjoyed this video. If you enjoyed ചെയ്താൽ എൻജോയ് ചെയ്താൽ പാവം പെണ്ണല്ലേ ഒരു സബ്സ്ക്രൈബ്, ലൈക്ക്, എൻ്റെ മുടിയിൽ കൈയെടുക്കുമോ? അപ്പോൾ അവരി മഹേഷൻ സവിത പറഞ്ഞ മാതിരി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഗൈസ് ബെല്ലൈക്കൻ അടിച്ചൊന്ന് പൊട്ടിക്കുക. സോ ദാറ്റ്സ് ഇറ്റ് ആൻഡ് ദാറ്റ് ഈസ് ദി എൻഡ് ഓഫ് അവർ കൂർഗ് വ്ളോഗ്. ബൈ. ഒരു ദിവസം കൊണ്ട് ഒരു ലൈഫ് ടൈം ഓഫ് മെമ്മറീസ്. ഭയങ്കര സമയക്കുറവുണ്ടായിരുന്നെങ്കിലും കുറച്ച് സ്ഥലങ്ങൾ ഞങ്ങൾ ഒരുമിച്ച് കണ്ടു. ഇറ്റ് വാസ് സോ നൈസ് ടു ഫൈനലി സീ മൈ മോം ആൻഡ് ഡാഡ് ടേക്ക് ദ ബ്രേക്ക് ദാറ്റ് ദേ ഡിസേർവ്. എല്ലാ ദിവസവും ഞങ്ങൾക്ക് വേണ്ടി ഓടുന്ന രണ്ടാൾക്കാർ. ആൻഡ് ഈ വീഡിയോ അവർക്ക് വേണ്ടിയിട്ടും കൂടിയുള്ള ഡെഡിക്കേഷനാണ്. ഫോർ ഓൾവേസ് ലുക്കിംഗ് ആഫ്റ്റർ അസ്, ഫോർ ഓൾവേസ് ബീങ് ദെയർ ഫോർ അസ് ബോത്ത്. ഞങ്ങൾക്ക് വേണ്ടി ഇത്രയും വർക്ക് ചെയ്തിട്ട് we hope that we both made this trip beautiful for you too.